കുഴപ്പമില്ല. കൊള്ളാം കൊള്ളാം നല്ലോണം അടിപ്പടമാണ്. കാരണം പേര് തന്നെ ടൈറ്റിൽ തന്നെ ഫൈറ്റ് ക്ലബ്ബ് എന്നുണ്ടല്ലോ. അങ്കമാലി ഡയറീസ് ഒക്കെ നമ്മൾ കണ്ട ഒരു മലയാളത്തെ കണ്ടതിൻ്റെ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ. ആ സ്പിരിറ്റ് ഈ പടത്തിൽ തമിഴിൽ ഫൈറ്റ് ക്ലബ്ബ് തന്നിട്ടുണ്ട്. അങ്കമാലി ഡയറീസിൽ നമുക്ക് എന്താണോ ഫീൽ കിട്ടിയത് മലയാളത്തിൽ, അത് തമിഴിലെ ഫൈറ്റ് ക്ലബ്ബിലോട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ വിജയകുമാറാണ് ഇതിൻ്റെ സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്നത്. ഉറിയടിയിലെ നായകനാണ്. ഉറിയടിയൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നു തമിഴ്നാട്ടിൽ. ഫസ്റ്റും സെക്കൻഡും ഉണ്ടായില്ല. പിന്നെ ഇതിൽ ശങ്കർദാസ് എന്ന് പറഞ്ഞ ആക്ടർ ഓസം പൊള്ളി അഭിനയമാണ്. പടത്തിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ പടത്തിൻ്റെ മ്യൂസിക്, ഗോവിന്ദ് വസന്തിൻ്റെ മ്യൂസിക് ഒന്നും പറയാനില്ല. പടത്തെ പിടിച്ചിരുന്നതിന് അടിപ്പടം ഇഷ്ടമുള്ളവർ തിയേറ്ററിൽ തന്നെ വന്ന് കാണേണ്ട സൂപ്പർ പടമാണ്. കുഴപ്പമില്ല. ഒരു അങ്കമാലി ഡേയ്സ് ടച്ചൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു പടം. നായകൻ വിജയകുമാറിന്റെ ഒക്കെ നല്ല അഭിനയമായിരുന്നു. മൊത്തത്തിൽ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വില്ലനായിട്ട് അഭിനയിച്ച ഒരാളുണ്ട്. അത് നല്ല ആക്ടിങ് ആണ്. നല്ല ആളായിരുന്നു കൂടുതലും സ്കോർ ചെയ്തേക്കണം പടത്തിൽ. അടിപൊളി. അങ്കമാലി ഡേയ്സ് പോലത്തെ ഒരു പരിപാടി. എടുത്തു പറയാനായിട്ട് മ്യൂസിക് നല്ല രസമായിട്ടുണ്ട്. ആക്ഷൻ നല്ല രസമായിട്ടുണ്ട്. അത്ര ഉള്ളൂ എടുത്തു പറയാം. പടത്തിന് ഭയങ്കര ലെങ്ത്തും ഉള്ള അപ്പം അതിൻ്റെതായ കുറച്ച് ബോറടി. പറയുവാണെങ്കിൽ പക്ക വയലൻസ് കഴിഞ്ഞാൽ അമ്മാതിരി വയലൻസ് ആണ്. അയ്യറ് കളിയാണ് വയലൻസ്. പക്ഷെ പടം നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട്. മേക്കിംഗ് കൊള്ളാം, ക്യാമറ കൊള്ളാം, എഡിറ്റിംഗ് കൊള്ളാം, എല്ലാം ഗംഭീരമായിട്ടുണ്ട്. നല്ല രസമുണ്ട്. പക്ഷേ ലാഗുണ്ട്, അമ്മാതിരി ലാഗും. പക്ഷെ പടം നല്ല രസമുണ്ട്. നല്ല കട്ടിങ് എല്ലാം കൊള്ളാം. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നായകന്റെ പെർഫോമൻസ്. അമ്മാതിരി ഗംഭീര പെർഫോമൻസ്. അവൻ ഇതുവരെ ചെയ്ത 2 പടങ്ങളുണ്ട്, ഉറിയടി ഫസ്റ്റ് സെക്കൻഡ്. പക്ഷെ അതിനെക്കാട്ടും എല്ലാം നല്ല രീതിയിൽ വേറെ ലെവലിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ലൊക്കേഷന്റെ പ്രൊഡക്ഷൻ വെച്ചാൽ ഞാൻ വന്നത്, പക്ഷെ എക്സ്പെക്ട് ചെയ്തതിൻ്റെ അത്രയും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ പ്രതീക്ഷ വെക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് അമ്മാതിരി ലാഗുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. വേറെ വലിയ മിസ്റ്റേക്ക് തോന്നില്ല. പിന്നെ കഥയെന്ന് പറയാനായിട്ടൊരു ഗ്യാങ്സ്റ്റർ മൂവീസ് ആണ്. അത് നമ്മുടെ മലയാള സിനിമയിൽ അങ്കമാലി ഡേയ്സ് ഒരു ടച്ചാണ് ഇവർ പിടിച്ചേക്കുന്നത്. പിന്നെ വടച്ചെൻ്റെയും അങ്കമാലി ഡേയ്സും കൂടെ മിക്സ് ചെയ്തിട്ട് സാധനം ചെയ്ത് വെച്ചാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സെറ്റ് ആക്കിയിട്ടുണ്ട്. നല്ല രീതിയിൽ ഉള്ള കട്ട് ചെയ്തതാ. ഓക്കെ. ഈ സിനിമ നമുക്ക് ഒരു കുറച്ച് വയലൻസ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെയാണ് കൂടുതലായിട്ട് ഒരു എൻജോയ് ചെയ്യാൻ പറ്റുക. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമുക്ക് വയലൻസ് ഇഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട്. അതായത് വയലൻസ് ഉണ്ടാകുമ്പോഴും അതുപോലെ തന്നെ ഡ്രഗ്സ് യൂസ് ചെയ്യുമ്പോഴും ഓരോ മനുഷ്യരിലുണ്ടാകുന്ന മാറ്റങ്ങളും ഒക്കെ വളരെ വ്യക്തമായിട്ട് അതിനകത്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മേക്കിങ്ങും എഡിറ്റിങ്ങും സോങ്സ് ആണെങ്കിലും ഒക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അഭിനയിച്ചേക്കുന്നവർ എല്ലാവരും ഒരു തരത്തിലും നമ്മളെ ബോറടിപ്പിക്കാതെ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്.